ഞാൻ വൈഷ്ണവി. അയ്യോ, എന്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ? ഇല്ല ഇല്ല. ശരി ഗൈസ്, ബൈ. യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി വ്ളോഗ് എടുത്തിട്ട്. നല്ല മടിയാണ്, പിന്നെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. ഡെയിലി സെയിം സാധനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് വ്ളോഗ് എടുക്കാത്തത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് ഫാമിലി ആയിട്ട്, ഹൗസ് ബോട്ടില്. അപ്പം കൂടുതൽ ഹൗസ് ബോട്ടിന്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയും. പെട്ടെന്ന് ഒരു ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. നമ്മള് അമ്മയുടെ ഫാമിലി നാട്ടോ ഇത്തവണ പോകുന്നേ. അമ്മയ്ക്കാണ് ഹൗസ് ബോട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്. എനിക്ക് പോയി അത്രേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഹൗസ് ബോട്ട് എവിടെ ആരെങ്കിലും ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ, കാരണം അച്ഛന്റെ ഫാമിലിയിൽ നിന്ന് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എപ്പോഴും അമ്മയുടെ ഫസ്റ്റ് ഓപ്ഷൻ ഹൗസ് ബോട്ട് അങ്ങനെ. അപ്പൊ ഫൈനലി അമ്മയുടെ ആഗ്രഹം അങ്ങനെ എന്താ പറയുന്നത്, സഫലീകരിക്കാൻ പോകണം. എന്ത് തോന്നുന്നു? സന്തോഷമാണോ? ഭയങ്കര ഹാപ്പിയാണ്. അതായത് മുഖത്തിൽ ചിരി കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. നമ്മളിപ്പോ ആദ്യം അമ്മയുടെ മാവേലിക്കര ചെന്നിട്ട് അവിടുന്ന് ആലപ്പുഴയ്ക്ക് പോവാണ്. ആലപ്പുഴയ്ക്ക് അവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? ട്രാഫിക് അനുസരിച്ച് 1.5 മണിക്കൂറെ കാണത്തുള്ളൂ. ഇത് നമുക്ക് തന്നെ ആലപ്പുഴയിലുള്ള നമുക്ക് ആലപ്പുഴ എത്താൻ അത്രയും സമയമോ? അത്രയൊന്നുമില്ല. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അതുവരെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വ്ളോഗ് കണ്ടിന്യൂസ് കണ്ടാൽ മതി. എത്രയാണ് പ്രൈസ്, ഹൗസ് ബോട്ടിന്റെ റേഞ്ച്, എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ എൻഡ് വരെ കാണുക കേട്ടോ. ഓ ബൈ. അപ്പം ഗൈസ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പം കുടുംബത്തെത്തി. അമ്മയുടെ അവിടെ എത്തി. ആദ്യം വന്ന മുരളിമാമന്റെ അങ്ങോട്ടാ. അപ്പൊ അവിടെ നോക്കൂ, ഇതെന്റെ ഒരു അനിയനാണ്. കണ്ട അനിയനെന്ന് പറയില്ല, എന്റെ അച്ഛനാന്ന് പറയുമെങ്കിലും. സ്കിൻ കെയർ, ബോയ്സ് സ്കിൻ കെയർ ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും പറയും. എന്താണ് ഇപ്പൊ അപ്ലൈ സ്കിൻ കെയർ? ഓക്കെ, ഇത് എന്താ ഇപ്പൊ അപ്ലൈ ചെയ്തെന്ന് പറയാ? മോയ്സ്ചറൈസർ. ഫേസ് വാഷ് നേരത്തെ അപ്ലൈ ചെയ്തായിരുന്നു. ഓക്കെ ശരി. ഇത് മോയ്സ്ചറൈസർ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? നിവ്യയുടെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് എന്റെ ഒരു വൈറ്റമിൻ സിയുടെ സാധനം മറന്നുപോയി. ഇതാണ് ആദ്യം ഇടേണ്ടത്. ഞാൻ പോലും ഉപയോഗിക്കുന്നില്ല കേട്ടോ. എടാ, നിന്റെ ഫുൾ ബോഡി ഈ യൂട്യൂബിലുള്ള ആൾക്കാരാണ് കേട്ടോ. അതെ, ഞാൻ പൂട്ടിക്കും. വീഡിയോ എടുക്കണമേ. ഇതില് ഇതാവും, ശല്യാവും. സൺസ്ക്രീൻ ഇത്ര പരിപാടി. ഇത് ഞാൻ ആലപ്പുഴ എത്തിയതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. വരുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓൺ ടൈമിൽ എത്തുമോ എന്നുള്ള ടെൻഷൻ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നമ്മൾ എത്തിയപ്പം തന്നെ നമ്മൾ ഈ ഹൗസ് ബോട്ടിൻ്റെ ആൾക്കാർ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്ന കയറുമ്പോൾ തന്നെ നിറയെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നതാണ് കാണുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അമ്മയുടെ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആണെങ്കിലും ഇതുപോലൊരു ട്രിപ്പ് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് കയറിയതും ഹൗസ് ബോട്ട് എടുത്തു. അത് വലിയൊരു കാര്യമായിരുന്നു. അവർ പിന്നെ ലാഗ് ആക്കാനോ ഒന്നും നിന്നില്ല. സോ നമ്മൾ ഇപ്പം ആലപ്പുഴയിൽ എത്തിയതേ ഉള്ളൂ. നല്ല ട്രാഫിക് ആയിരുന്നു. നല്ല എക്സ്ട്രീം ലെവൽ ട്രാഫിക് ആയിരുന്നു കേട്ടോ. എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്? ഓൾമോസ്റ്റ് 8 മണിക്ക് ഇറങ്ങി. അല്ല, 8 മണിക്കല്ല, 9 മണിക്ക് ഇറങ്ങി. 9 മണിക്ക് ഇറങ്ങി. ഇപ്പൊ സമയം 11:51, 12 മണിയാവുന്നു. അയ്യോ, നട്ട വെയിലും. 1 മണിക്കൂർ ക്യാൻസൽ. അയ്യോ, ശരിക്കും ഇത് 11 മണിക്ക് എന്തോ എടുക്കണ്ടതാ അല്ലേ? 11 മണിക്ക് എടുക്കണ്ട. 11:45 കഴിഞ്ഞു. നമുക്ക് അത്രയും നഷ്ടം. ഇത് ഏതാ പ്രോപ്പർ സ്ഥലത്ത്? ആലപ്പുഴ പ്രോപ്പർ ആലപ്പുഴ ജെറ്റ് ബോട്ട് കിട്ടി. ബോട്ട് കിട്ടി. ഫേമസ് സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല റൂമും എല്ലാം നല്ല ലക്ഷറിയാണ്, നല്ല പ്രീമിയം സംഭവമാണ്. നമ്മൾ ഇച്ചിരി ക്ഷീണിച്ചു പോയി, അത്രേ ഉള്ളൂ. ഞാൻ വഴിയെല്ലാം കാണിക്കാം. ഇതെന്റെ ഒരു അനിയൻ, ഇതെന്റെ രണ്ടാമത്തെ അനിയൻ. എല്ലാവരുടെയും പേര് പറയൂ. മാധവ്. ഞാൻ വൈഷ്ണവി. അയ്യോ, എന്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ? ഇല്ല. ശരി ഗൈസ്, ബൈ.
ചെന്ന ഉടനെ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. ഇവരുടെ സ്റ്റാഫിനെ പറ്റി എടുത്തു പറയേണ്ടതാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. സോ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് ആ വന്ന ഒരു ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ എല്ലാവരും ഹൗസ് ബോട്ടൊക്കെ ഒന്ന് നടന്ന് കണ്ടു. ഈ ഹൗസ് ബോട്ടിൽ നമുക്ക് 3 ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബെഡ്റൂമും ബാത്റൂമും ആയിരുന്നു. അങ്ങനെ റൂമൊക്കെ കണ്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ടോപ്പ് ഫ്ലോറിൽ പോയിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു. കുറേ പേര് ഡാൻസ് കളിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഇരുന്നൊന്ന് സംസാരിച്ചു. ഈ ടോപ്പ് ഫ്ലോറിൽ പോയിരുന്ന് ഉള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. അയ്യോ, കുറേ ഹൗസ് ബോട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഹൗസ് ബോട്ട് ഇത്രയും എൻജോയ് ചെയ്യുന്നത് പ്രതീക്ഷിച്ചല്ല പോയത്, പക്ഷേ ഞാൻ നല്ല എൻജോയ് ചെയ്തു. ഈ വ്യൂ ആണ് എടുത്തു പറയേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഇതിനു മുമ്പ് കേറിയിട്ടുണ്ടോ? ഞാനും കേറിയിട്ടില്ല. ഞാൻ കേറിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കേറിയിട്ടില്ല. ബോട്ടിൽ കേറിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലോട്ട് പോകാൻ വേണ്ടി കേറിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കേറിയിട്ടില്ല. ഇഷ്ടപ്പെട്ടോ ഇതുവരെ? എന്താ പേര്? ഞങ്ങളിപ്പോ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാട്ടോ. ഞാനുണ്ട്, കേശുണ്ട്, അമ്പാടി ഉണ്ട്, പൊന്നുണ്ട്. പേര് പറഞ്ഞുപോയി. ഞാൻ 4 പേരും കയറാൻ പോവാം. പോയി വന്നതിന് ശേഷം അമ്മയും അച്ഛനും പിന്നെ കുറച്ച് കസിൻസോടാണ് പോയത്. അയ്യോ, അമ്മയ്ക്ക് ഈ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് കയറിയത്. പക്ഷെ അമ്മ നല്ല പേടിച്ച് വല്ലാണ്ടായിരുന്നു. ബട്ട് ഇത് നല്ല പോലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സംഭവമാണ്. നിങ്ങൾ എപ്പോഴേലും പോവുകയാണെങ്കിൽ എന്തായാലും ഈ സ്പീഡ് ബോട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണിത്. നമുക്ക് ഇത് ഫുഡ് എന്തൊക്കെയാന്ന് നോക്കാം. ഉച്ചക്കത്തെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താ ഫുഡ് സ്പെഷ്യൽ? കരിമീൻ വറുത്തത്, ചിക്കൻ കറി, പുളിശ്ശേരി, ക്യാബേജ് തോരൻ, പയറുമെഴുക്കുവരട്ടി, കേര മീൻകറി, പപ്പടം, സലാഡ്, ചോറല്ലേ, റൈസ്, സദ്യ. സൂപ്പർ സൂപ്പർ. ഈ ഇതില്ലേ ഫുള്ള് നമ്മുടെ വേമ്പനാട്ട് തന്നെയല്ലേ? ബോട്ട് ഫുള്ള് വേമ്പനാട്ട് കായലില്ല കേട്ടോ. അതേപോലെ നമ്മളിപ്പോ ഇത് കുക്ക് ചെയ്യുവാണെങ്കിൽ വെൽക്കം ഡ്രിങ്ക്, ലഞ്ച്, അതേപോലെ സ്നാക്സ് അല്ലെ, ഈവനിങ് സ്നാക്സ് എല്ലാം ഇതിനോട് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. താഴെ വെച്ച് എല്ലാരും താഴെ എല്ലാരും ഉള്ളത് കൊണ്ട് വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതെന്ന് വെച്ചാൽ പാട്ടിട്ടൊക്കെ, അപ്പൊ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒതുക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒതുക്കി. അപ്പം ഞങ്ങള് ഇപ്പൊ എടുത്തേക്കുന്ന പാക്കേജ് ഞാൻ പറയാന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 24 പേരാണോ? 24 പേരുണ്ട്. ഈ 24 പേർക്കൂടെ പെർ ഹെഡ് 800 rupees ആണ് വന്നേക്കുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. അതേപോലെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അതേപോലെ ലഞ്ച് ഉണ്ട്, പിന്നെ ഈവനിങ് സ്നാക്സ് വിത്ത് ടീ ഉണ്ട്. സോ ഇതെല്ലാം കൂടെ പിന്നെ ഞങ്ങള് ഇപ്പം സ്പീഡ് ബോട്ട് എടുത്തു. സ്പീഡ് ബോട്ടിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. ഐ തിങ്ക് ഒരു 300 rupees എക്സ്ട്രാ കൊടുക്കണം. ഇവിടെ നമ്മൾ സ്പീഡ് ബോട്ട് എടുത്തായിരുന്നു. ഈ സ്പീഡ് ബോട്ട് നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള ഇതില് ബില്ല് ചെയ്യുന്നതല്ല, നമ്മൾ എക്സ്ട്രാ 300 പെർ ഹെഡ് അതിനും കൊടുക്കണമായിരുന്നു. അപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ എടുത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധം ഒന്നുമില്ല എല്ലാവരും എടുക്കണമെന്ന്. പക്ഷെ ഞങ്ങൾ കുറച്ചുപേര് സ്പീഡ് ബോട്ട് എടുത്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. എടുത്ത് നനഞ്ഞ് കുളിച്ച് ഇവിടെ ഫുൾ നനഞ്ഞൊക്കെ ഇരിക്കുക. പക്ഷെ അത് അടിപൊളിയാണ്. നിങ്ങള്
വരുവാണ് ഇങ്ങനെ ഹൗസ് ബോട്ടിൽ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കുക. ഈ കുഞ്ഞുകൂലിയാണ് എന്റെ വ്ളോഗ് പകുതി നശിപ്പിക്കുന്നത്. ഇവക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. അപ്പൊ അങ്ങനെ സോ അടിപൊളിയാണ്. ഇതാണ് പാക്കേജ് വരുന്ന പാക്കേജ്. ഞാൻ ഇതിന്റെ ഓണറിന്റെ നമ്പരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് എന്തായാലും ചെക്ക് ചെയ്യുക. അടിപൊളിയാണ്. സ്പോൺസർ ഒന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഫാമിലി ട്രിപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞേ ഉള്ളൂ, നല്ലതാണ്, അഫോർഡബിൾ ആയിട്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഈ ഹൗസ് ബോട്ടിലൊക്കെ പോകുമ്പോ ഭയങ്കര പ്രൈസ് ആയിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയല്ല. പെർ ഹെഡ് 800 ഇത്രയും കാര്യങ്ങൾ ഫുഡ് എല്ലാം കവർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും സെയിം വൈബ് മൂഡിലോട്ട് വന്നു. എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസും, പിന്നെ നല്ല ടൈമായിരുന്നു. എങ്ങനെ എനിക്കിത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ ഫാമിലി ആയിട്ട്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ട്രിപ്പ് പോകും, പക്ഷേ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നത് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, ആ ഒരു ടൈം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും കൂടെ, അത് എല്ലാവരും നല്ല സെയിം വൈബിലുള്ള ആൾക്കാരായിരുന്നു. ആരും ഒന്നിനും മാറി നിന്നില്ല. ഡാൻസ് കളിക്കാനാണെങ്കിൽ ഡാൻസ്, പാട്ടിനാണെങ്കിൽ പാട്ടിന്, എല്ലാവരും ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഹൗസ് ബോട്ടിലെ സ്റ്റാഫിനെ പറ്റി എടുത്തു പറയേണ്ടതാണ്. അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കര കംഫർട്ടാക്കി ആണ് ഇവർ കൊണ്ടുപോയത്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈവനിങ് ആയപ്പോൾ നമുക്ക് അവർ ചായയും സ്നാക്സൊക്കെ തന്നു. അതും അടിപൊളിയായിരുന്നു. ഇവരുടെ ഫുഡ് അടിപൊളിയായിരുന്നു. അത് അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. സോ നമ്മുടെ ഹൗസ് ബോട്ട് ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. ഇപ്പൊ ഓൾമോസ്റ്റ് 5 മണിയാണോ സമയം? എത്ര? 5:15. 5:15. 5 മണി വരെയാണ് നമുക്ക് എൻഡ് ടൈം. അപ്പം ഓൾമോസ്റ്റ് 5:15 നമ്മളിവിടെ പാർക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് ഒരു നല്ല ടൈമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് ആലപ്പുഴ ബീച്ചിൽ പോകുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്റെ ഫോണിൽ ചാർജ് ഇല്ല, അത് എടുക്കാൻ വേണ്ടി വളരെ കുറച്ച് ചാർജേ ഉള്ളൂ. അത് പറ്റുവാണെങ്കിൽ എടുക്കാം. പക്ഷെ എന്തായാലും ഇതൊരു വൈൻഡ് അപ്പ് ആണ്. അപ്പൊ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗിന്റെ ഈ ഹൗസ് ബോട്ടിന്റെയും അതിന്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിലും, അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും പോവാം. കാരണം ഇത് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. നമുക്ക് പെർ ഹെഡ് 800 രൂപയായിരുന്നു. ഇത് സീസൺ വൈസും അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ചും ഒക്കെ മാറും കേട്ടോ. നമ്മൾ ഒരു 20 പേരായിരുന്നു. 20 പേർക്ക് അതിനനുസരിച്ചാണ് അവർ ചാർജ് പേ ചെയ്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ആ എമൗണ്ട് ആവണം എന്നില്ല. നിങ്ങളുടെ സ്ട്രെങ്തും എല്ലാം വെച്ച് ചേഞ്ച് ആവും. പിന്നെ അതുപോലെ ഇവിടെ സീസൺ ഉണ്ട്, ഓരോ ഡേയ്സ് എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് ചേഞ്ച് ഒക്കെ വരും. ബട്ട് അവർ അഫോർഡബിൾ ആയിരുന്നു. പിന്നെ നല്ല ഫുഡായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എൻഡ് വരെ നമ്മൾ നല്ല പോലെ എൻജോയ് ചെയ്തു. അപ്പൊ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്. ബൈ.